ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മളെ റെസിപ്പിയില്ലേ ചിക്കൻ സ്പ്രിംഗ് റോൾ റെസിപ്പി ആട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് അല്ലേ ഇത്. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റൂട്ടോ. ഇതിൻ്റെ ഷീറ്റൊക്കെ നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറന്ന് പോകരുത് കേട്ടോ. ഇതിൻ്റെ മുന്നേ ഞാൻ കുറേ റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് റെസിപ്പിയാണ് ഒക്കെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നേരത്തെ ഉപ്പും മുളകും തേച്ച് വെച്ച ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 200 ഗ്രാം ചിക്കൻ ആട്ടുള്ളൂ. ആ സെയിം പാനിലേക്ക് തന്നെ ചെറുതായിട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. എരിവിന് ആവശ്യത്തിന് ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് എന്നിട്ട് നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം ഒരു ഉള്ളിൻ്റെ പകുതി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഈ വെജിറ്റബിൾസ് 3 ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ചെയ്യുമ്പോൾ തീ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം. ഒരുപാട് സമയം ഇതിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ ഇതിൻ്റെ മസാലകളൊക്കെ ഇട്ടിട്ട് നമുക്ക് എന്താ പറയുക അടുപ്പിൽ നിന്ന് മാറ്റിയാൽ വേണം കേട്ടോ. വല്ലാണ്ട് വെന്ത് ഉടഞ്ഞ് പോകാൻ പാടില്ല. ഇനിയിപ്പോൾ ഇതാ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനില്ലേ, ഞാൻ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സ്പ്രിംഗ് റോളിൽ ഞാനിപ്പോൾ ഫ്രൈ ചെയ്തിട്ടാണ് മസാല ഉണ്ടാക്കൽ. അല്ലെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്യാണ്ട് കുക്കറിലിട്ടിട്ട് ഉപ്പും മഞ്ഞളിട്ട് വേവിച്ചിട്ട് ക്രഷ് ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെയാണ്. രണ്ടിനും രണ്ട് ടേസ്റ്റ് ആയിട്ടായിരിക്കും ഉണ്ടാകുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ സോയാ സോസില്ലേ അത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ക്യാപ്സിക്കും ക്യാരറ്റും ഒന്നും വല്ലാണ്ട് ഉടഞ്ഞു പോവരുത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടാൽ നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സമയമൊന്നുമില്ല, പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടും. ഇനിയിപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ഈ സ്പ്രിംഗ് റോൾ ഒട്ടിച്ചെടുക്കാനുള്ളൊരു മൈദൻ്റെ പേസ്റ്റ് ഇല്ല, അത് റെഡിയാക്കണം. കുറച്ച് മൈദയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല തിക്കായിട്ടുള്ള ബാറ്റർ ആക്കിയിട്ട് എടുക്കാം. എന്നിട്ട് ഇപ്പോൾ ഇതാ നേരത്തെ റെഡിയാക്കി വെച്ച മസാലയില്ലേ അതൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിവിടെ സ്വിസിൻ്റെ സ്പ്രിംഗ് റോൾ ഷീറ്റാട്ടോ എടുക്കുന്നത്. വേറെ ഏത് ബ്രാൻഡ് പലതും എടുക്കാട്ടോ. എനിക്കൊന്നും കൂടി നല്ലതായിട്ട് തോന്നിയത് ഇതാണ്. നമ്മളിപ്പോൾ കുക്ക് ചെയ്യുന്നതിൻ്റെ കുറച്ച് സമയം മുമ്പേ ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചാൽ മതി കേട്ടോ. നല്ല തിന്നായിട്ടുള്ള ഷീറ്റാട്ടോ ഇത്. അതുകൊണ്ട് പൊട്ടിപ്പോവാണ്ട് ശ്രദ്ധിക്കണം. പതുക്കെ വലിച്ചെടുത്താൽ മതി കേട്ടോ. തണുപ്പ് നല്ലോണം വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലോണം എടുക്കാൻ പറ്റും. തണുപ്പ് ഉണ്ടെങ്കിൽ ഇത് പൊട്ടിപ്പോകും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഫില്ലിംഗ് ഇല്ലേ അത് ഇതിൻ്റെ ഇതേപോലെ കോണിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ റോൾ ചെയ്യുന്ന എല്ലാവർക്കും അറിയുണ്ടാകും. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ ഞാനിങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് കാണിക്കുന്നത്. ഇനി ഇതേപോലെ 2 സൈഡിൽ നിന്നും മടക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പ്രസ്സായിട്ട് തന്നെ പ്രസ് ചെയ്തിട്ട് ഇതൊന്ന് റോൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. കുഞ്ഞു സ്പ്രിംഗ് റോൾ ആയിട്ടായിരിക്കും കേട്ടോ നമുക്ക് കിട്ടുക. നല്ല ടേസ്റ്റായിട്ട് ഇത് കഴിക്കാൻ. ഒരാൾ എന്തായാലും ഒരു 3 എണ്ണമൊക്കെ കഴിക്കേണ്ടി വരും. അത്രയും ചെറുതായിട്ടുള്ളൊരു സ്നാക്കല്ലേ. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ച മൈദൻ്റെ പേസ്റ്റ് ഇല്ലേ അത് ഇതേപോലെ ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ പ്രസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അത് അവിടെ ഒട്ടി നിന്നോളും, വിട്ടൊന്നും പോകില്ല കേട്ടോ. അപ്പോൾ ഇത് നമുക്കിങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഞാനിത് റോൾ ചെയ്യുന്ന ഒന്നും കൂടി കാണിക്കുന്നുണ്ട്. നേരത്തെ ചെയ്ത പോലെ തന്നെ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് പ്രസ് ചെയ്തിട്ട് റോൾ ചെയ്തിട്ട് മൈദ പേസ്റ്റ് ആക്കി കൊടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. വലിയ പണിയൊന്നുമില്ല. കാണുമ്പോൾ നമ്മൾ വലിയ പണിയാണെന്ന് വിചാരിച്ചോളും. പക്ഷേ അങ്ങനെയൊന്നുമില്ല, പെട്ടെന്ന് കഴിയും കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഏകദേശം ഒരു 15ഓളം സ്പ്രിംഗ് റോൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നുമില്ല, നമുക്ക് ചൂടായ ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. 2 ബാച്ചായിട്ടാണ് ഞാനിവിടെ ഫ്രൈ ചെയ്യുന്നത്. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടായ ഓയിലാണ്. എന്നിട്ട് ഇത് നമുക്ക് ഫ്രൈ ചെയ്ത് കോരാം. ജസ്റ്റ് ഒന്ന് കളർ മാറി വന്നപ്പോൾ ഞാൻ ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഗോൾഡൻ ബ്രൗൺ കളറായാലും നമുക്ക് ഇതിൽ നിന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ. എണ്ണ ഒന്നും ഒട്ടും കുടിക്കുകയൊന്നുമില്ല.
പുറമേ നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫില്ലിംഗ് ഒക്കെ ആണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ട് ഇത് കഴിക്കാൻ. ഈ ഒരു കളറായപ്പോൾ ഞാൻ ഇതിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ഒരു അടിപൊളി സ്നാക്സാണ്. സ്പ്രിംഗ് റോൾ ഷീറ്റ് വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് വരണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.